മൂത്തോൻ, ഇഷ്താർ, നീലി, കത്തനാർ, ഒടിയൻ, അങ്ങനെ ഒരുപാട് രസകരമായിട്ടുള്ള സംഭവങ്ങളെല്ലാം കൂടെ ചേർത്ത് ഒരു സിനിമ. ദൃശ്യവിസ്മയം എന്ന് തന്നെ പറയണം. ഇപ്പോഴും ആ സിനിമ തിയേറ്ററുകളിൽ ഓടുന്നു, ഇപ്പോഴും ആളുകൾ ഹൗസ്ഫുള്ളായി തന്നെ കാണുന്നുമുണ്ട്. എന്നാൽ ഈ സിനിമയ്ക്കുള്ളിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട്, രസകരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ലോകയുടെ ലോകത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. ഒരു സാങ്കല്പിക ലോകത്തിലെ പിവട്ടൽ ഈവൻസ് എന്ന് പറയുന്നത് മൂത്തോനെയും ഇഷ്താറിനെയും ചുറ്റിപ്പറ്റി നിൽക്കുന്നതാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം സിനിമ തുടങ്ങുമ്പോൾ തന്നെ, അതായത് ആദ്യം ചന്ദ്രയെ കാണിക്കുന്ന ആ ഒരു സമയം മുതൽ, കല്യാണി പ്രിയദർശൻ്റെ കഥാപാത്രമായ ചന്ദ്രയെ കാണിക്കുന്ന ആ സമയം മുതൽ മൂത്തോൻ്റെയും ഇഷ്താറിൻ്റെയും പേര് പറയുന്നുണ്ട് അല്ലേ. ആദ്യം തന്നെ പറയുന്നുണ്ട് അവിടെ മുഴുവനും ഇഷ്താറിൻ്റെ ആളുകളാണ് അല്ലേ. അതിനുശേഷമാണ് ഈ സിനിമയിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന പല കാര്യങ്ങളിൽ ഒന്നായിട്ടുള്ള ആ ഒരു കാർട്ടൂൺ സീക്വൻസ് വരുന്നത്. കാർട്ടൂൺ എന്നല്ല, ആ ഒരു ആനിമേറ്റഡ് ആയിട്ടുള്ള ആ ഒരു പിക്ചേഴ്സൊക്കെ വരുന്നത്. അപ്പോൾ അത് വെച്ച് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതിൽ 3 കഥാപാത്രങ്ങളെയാണ് നമുക്ക് ആദ്യം മെയിനായിട്ട് കാണാൻ കഴിയുന്നത്. ഒന്നൊരമ്മ, ഒരു കുഞ്ഞു, പിന്നീട് മൂത്തോനുമാണ്. ആ കറുത്ത വസ്ത്രം ധരിച്ച് തലയിൽ കൂടെ ഹുഡിയിട്ട് നിൽക്കുന്നതാണ് മൂത്തോൻ. അപ്പോൾ ഇവർ 3 പേര് നിൽക്കുന്നത് ഭൂമിയിലല്ല, മറ്റൊരു ഗ്രഹത്തിലാണെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആ ഗ്രഹമെന്ന് പറയുമ്പോൾ എന്താ പറയുക, ആ ഗ്രഹത്തിൻ്റെ ആകാശത്തിൽ അടുത്തടുത്ത് മറ്റൊരുപാട് ഗ്രഹങ്ങളെ കാണാനും കഴിയുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ ആ ഗ്രഹത്തിലുള്ള ഈ കഥാപാത്രങ്ങൾ ഇവർ മനുഷ്യരെക്കാട്ടിയും ഒരുപാട് ശക്തരാണ്, ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആണെന്ന് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ അമ്മ ഫിഗർ നമുക്ക് എളുപ്പത്തിൽ പറയാനായിട്ട് ഓൾ മദർ എന്ന് പറയാം. അപ്പോൾ ഓൾ മദർ ആയിട്ടുള്ള ഫിഗറാണ് ഈ ഒരു ദണ്ട് കയ്യിൽ കൊടുക്കുന്നത് അല്ലേ മൂത്തോൻ്റെ. അപ്പോൾ ഈ ദണ്ടിലൊരു ആനയുടെ ചിത്രം ഉണ്ടല്ലോ അല്ല, ഒരു ആനയുടെ എമ്പളമുള്ള ദണ്ടാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കല്യാണി പ്രിയദർശൻ്റെ കഥാപാത്രത്തെ ആദ്യം കാണിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക, അവിടെ നിശാന്ത് സാഗറിൻ്റെ കഥാപാത്രം പറയുന്നുണ്ട് അവിടെ മുഴുവനും ഇഷ്താറിൻ്റെ ആളുകളാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ വരുന്നൊരു ലേഡിയുടെ ദേഹത്തും ഒരു ആനയുടെ ചിത്രം ഇങ്ങനെ കുത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ആനയുടെ എംബ്ലം എന്ന് പറയുന്നത് ആ ഓൾ മദറിൻ്റെ റോയൽ എംബ്ലമാണ്. ആ ഓൾ മദറിൻ്റെ കുട്ടിയാണ് പിന്നീട് ഇഷ്താറായി വരാൻ പോകുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇവിടം വരെ ഞാൻ ഈ ഇഷ്താർ വരെ പറഞ്ഞതിന് ശേഷം എനിക്ക് മറ്റൊരു കാര്യം കൂടെ പറയണം. ഈ ഒരു ഭൂമിക്ക് പുറത്തു നിന്ന് മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് മൂത്തോൻ വരുന്നു. മൂത്തോൻ വന്നതിന് ശേഷം ഭൂമിയിൽ എന്തൊക്കെയോ ചേഞ്ചസ് വരുത്തുന്നു. ഇങ്ങനെയാണ് ലോകയുടെ വേൾഡ് ബിൽഡിംഗ് നടന്നിരിക്കുന്നത്. എന്നാൽ ഇത് അനുനാക്കികളെ ബേസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ അനുനാക്കികളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പറയാം. അനുനാക്കിയാണ് ഇത് ഒന്ന് ഞാൻ പറയാനായിട്ടൊരു കാരണം കൂടെയുണ്ട്. ഈ ഇഷ്താർ എന്ന് പറയുന്ന കഥാപാത്രം ഉണ്ടല്ലോ, ഇഷ്താർ എന്ന് പറയുന്ന കഥാപാത്രം അതൊരു മെസപ്പൊട്ടേമിയൻ ഗോഡസാണ്. മെസപ്പൊട്ടേമിയൻ ഗോഡസിൽ നിന്നാണ് ഇഷ്താർ എന്ന് പറയുന്ന പേര് വന്നിരിക്കുന്നത്. ഈ മെസപ്പൊട്ടേമിയൻ ഗോഡസ് അനുനാക്കികളുടെ ഒരു ഗ്രൂപ്പിൽ വരുന്ന ആളുമാണെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ആരാണ് ഈ അനുനാക്കികൾ? ഇങ്ങനെയാണ് ഈ ഒരു അനുനാക്കികളെക്കുറിച്ചുള്ള ഈ ഒരു എന്താ പറയുക, ഈ ഒരു തിയറി പറയുന്നത്. അതായത് ഇതൊരു മെസപ്പൊട്ടേമിയൻ മിത്താണ്. അതായത് അപ്പോൾ അനുനാക്കികളുടെ തിയറി പറയുന്നത് ഇങ്ങനെയാണ്. പണ്ട് മനുഷ്യർ ഗുഹാമനുഷ്യരായി ജീവിച്ചിരുന്ന കാലഘട്ടം, അതായത് ഹണ്ടർ ഗ്യാദറേഴ്സൊക്കെ ആയിട്ട് അധികം ചിന്തിക്കാതെയൊക്കെ മനുഷ്യർ ഗുഹാമനുഷ്യരായിട്ട് ജീവിച്ചിരുന്ന കാലഘട്ടം, ഭൂമിയിലേക്ക് ഒരു കൂട്ടം അന്യഗ്രഹ ജീവികൾ വന്നിറങ്ങുകയുണ്ടായി. ഈ അന്യഗ്രഹ ജീവികളുടെ റേസിനെയാണ് അനുനാക്കികൾ എന്ന് പറയുന്നത്. ഈ അനുനാക്കികൾ ഭൂമിയിലേക്ക് വന്നത് ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. അവർക്ക് ചിന്തിക്കാൻ കഴിവുള്ള അടിമകളെ വേണം. അവർ ഭൂമിയിലേക്ക് വന്നത് ഭൂമിയിൽ നിന്ന് അവരുടെ എന്തോ ടെക്കിനാവശ്യമായിട്ട് സ്വർണത്തിന് വേണ്ടിയിട്ടായിരുന്നു. അത് ഭൂമിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ സ്വർണം ഭൂമിയിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുവാനായിട്ടാണ് അനുനാക്കികൾ വന്നത്. അപ്പോൾ അതവിടെ നിന്ന് ഖനനം ചെയ്തെടുക്കണമെങ്കിൽ അവർക്ക് ബുദ്ധിയുള്ള, ചിന്തിക്കാൻ കഴിവുള്ള അടിമകളെ വേണം. അപ്പോഴാണ് അവരിവിടെ ഈ ഒരു ഗുഹാമനുഷ്യരായി ഹണ്ടർ ഗ്യാദറേഴ്സായിട്ട് നടന്ന മനുഷ്യരെ കാണുന്നത്. അനുനാക്കികൾ മനുഷ്യരുടെ DNA ചേഞ്ചസ് വരുത്തി, അവരുടെ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ചേഞ്ചസ് വരുത്തി, ഇവരുടെ സൂപ്പർ ഹ്യൂമൻ പവറുകൾ ഉപയോഗിച്ചുകൊണ്ട് അനുനാക്കികൾ മനുഷ്യർക്ക് ചിന്തിക്കാനുള്ള കഴിവ് കൊടുത്തു. എന്നിട്ട് ഒരുപാട് കാലം മനുഷ്യരെ അടിമകളാക്കി നിർത്തിയിരുന്നുവെന്നും പിന്നീട് ഭൂമിയിൽ നിന്ന് പോയി എന്നുമാണ് പറയപ്പെടുന്നത്. ഈ അനുനാക്കികളുടെ കഥയെ ബേസ് ചെയ്തിട്ടാണ് ഈ മൂത്തവൻ്റെയും ഇഷ്താറിൻ്റെയും എല്ലാം കഥ ഡെവലപ്പ് ചെയ്തെടുത്തേക്കുന്നതെന്ന് നമുക്ക് വേണേൽ പറയാം. എനിക്കങ്ങനെയാണ് മനസ്സിലായത്. എങ്ങനെയെന്നല്ലേ, ഈ അനുനാക്കികൾ അന്യഗ്രഹത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നതുപോലെ അന്യഗ്രഹത്തിൽ, അതായത് മനുഷ്യരെക്കാട്ടിയും ഭൂമിയെക്കാട്ടിയും എന്താ പറയുക, ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ലോകത്ത് നിന്ന് ഇഷ്താറിൻ്റെ അമ്മ മൂത്തോനെ ഒരു ചുമതല കൊടുത്ത് വിടുകയായിരുന്നു. ആ ചുമതലയുടെ ഭാഗമായിട്ടായിരുന്നു ഇഷ്താറിൻ്റെ തന്നെ റോയൽ എംബ്ലമായിട്ടുള്ള, അതായത് ഇഷ്താറിൻ്റെ അമ്മയായിട്ടുള്ള ഓൾ മദറിൻ്റെ റോയൽ എംബ്ലമായിട്ടുള്ള ആ ഒരു ആനയുടെ ചിഹ്നമുള്ള ആ ദണ്ട് കൊടുത്ത് വിടുന്നത്
അല്ലേ? നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പല കഥകളിലും കേട്ടിട്ടുണ്ട്, ഒരു അധികാരത്തിൻ്റെ ഒരു അടയാളമായിട്ടൊരു വസ്തു രാജാക്കന്മാർ കൊടുത്തു വിടുന്നതായിട്ട്. അതുപോലെ മൂത്തോൻ ഈ ദണ്ട് കൊടുത്തു വിട്ടു. അപ്പോൾ അങ്ങനെ ആ ഗ്രഹത്തിൽ നിന്ന് ഇഷ്ടാറിൻ്റെ അമ്മയെ ഏൽപ്പിച്ച ഒരു ചുമതലയുമായിട്ട് മൂത്തോൻ ഭൂമിയിലേക്ക് വരുന്നു. നമുക്ക് ആ ഒരു സീൻ കാണാൻ കഴിയുന്നുണ്ട്. മൂത്തോൻ ഒരു എന്താ പറയുക, ഒരു താഴ്വാരത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു. മൂത്തോൻ അങ്ങനെ തളർന്നിരിക്കുന്നതാണെന്ന് ആ ഒരു ചിത്രം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മൂത്തോൻ അങ്ങനെ തളർന്നിരിക്കുന്ന സമയത്ത് മൂത്തോൻ്റെ അടുത്തേക്ക് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഗുഹാമനുഷ്യരിൽ ഒരാൾ ധൈര്യം സംഭരിച്ചു വരുന്നു. മൂത്തോൻ ആ ഒരു വ്യക്തിയെ സ്പർശിക്കുന്നതും കാണുന്നുണ്ട്. എന്നാൽ ആ ഒരു സ്പർശനം നടക്കുന്നത് നമുക്ക് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അനുനാക്കികളുടെ കഥയിൽ പറയുന്നത് പോലെ മൂത്തോൻ തൻ്റെ ശക്തി കൊണ്ട് മനുഷ്യർക്ക് ചിന്തിക്കാനുള്ള കഴിവ് കൊടുക്കുന്നതായിട്ടാണ് ആ കാണുന്നത്. പിന്നെ അത് മാത്രമല്ല, അതിൽ മറ്റൊരു സീനുണ്ട്, തീ മൂത്തോൻ അവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. ആ കാലഘട്ടങ്ങളിൽ ഗുഹാമനുഷ്യർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഫുൾ ഇരുട്ടാണല്ലോ രാത്രിയായ. അപ്പോൾ ആദ്യമായി അവർക്ക് തീ എന്ന എലമെൻറ്റിനെ കൊടുക്കുന്നതും മൂത്തോനായിട്ട് പറയുന്നുണ്ട്. ഈ തീ എന്ന എലമെൻറ്റ് കൊടുക്കുന്നത് പല മിത്തോളജികളിലും പറയുന്നുണ്ട്. എന്താ പറയുക, പ്രൊമീത്തിയസ് എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, അയാൾ മനുഷ്യർക്ക് തീ കൊടുത്ത ആളാണ്. അപ്പോൾ തീ മനുഷ്യരാശിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമായിരുന്നു. അപ്പോൾ അങ്ങനെ അതിവിടെയും കാണിക്കുന്നുണ്ട്. ഇനി ഇഷ്ടാറിൻ്റെ റോയൽ എംബ്ലമായിട്ടും മൂത്തോൻ്റെ അടയാളമായിട്ടും ആനയല്ലേ കാണിക്കുന്നത്? നമ്മൾ ജംഗിൾ ബുക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജംഗിൾ ബുക്ക് സിനിമകൾ, ആ സിനിമകളിൽ കാട്ടിൽ ആനയെ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്തിരുന്നു. കാരണം എന്ന് പറയുമ്പോൾ ആനയാണ് ഭൂമിയെ സൃഷ്ടിച്ചത്, ലോകത്തിനെ സൃഷ്ടിച്ചത് എന്നാണ് കാട്ടിൽ ജീവിച്ചിരുന്ന ആ ആളുകൾ വിശ്വസിച്ചിരുന്നത്. മൗഗ്ലിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് അവർ ആനകളെ റെസ്പെക്റ്റ് ചെയ്യുന്നത് കാണുന്നുണ്ട്. അപ്പോൾ മൂത്തോൻ്റെ അടയാളമായിട്ടും അതുപോലെ ഇഷ്ടാറിൻ്റെ ഫാമിലിയുടെ റോയൽ എംബ്ലമായിട്ടും ആനയെ തന്നെ കൊടുത്തതിൻ്റെ കാര്യവും അതാണ്. കാരണം ഭൂമിയിലേക്ക് വന്ന് മനുഷ്യർക്ക് ചിന്തിക്കാൻ ഈ കഴിവും കൊടുത്ത് തീയും കൊടുത്തത് മൂത്തോനെ ഇത് ചുമതലപ്പെടുത്തി വിട്ടത് ഇഷ്ടാറിൻ്റെ അമ്മയുമാണല്ലോ. അപ്പോൾ ആ ശക്തി അതുപോലെ ഇവിടെ കാണിക്കാനായിട്ടായിരിക്കാം ആ ഒരു സിംബോളിസം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആന എന്താണ്, ക്രിയേഷനെയും സ്ട്രെങ്തിനെയും അതുപോലെ തന്നെ വിസ്ഡത്തിനെയും ഒക്കെ കാണിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ. എന്നാൽ മൂത്തോൻ ഇവിടെ വന്ന് ഈ മനുഷ്യരുടെ അടുത്ത് മൂത്തോൻ വന്നപ്പോഴത്തേക്കും ഈ മനുഷ്യർ മൂത്തോനെ ഒരു ആദരവോടുകൂടി കണ്ടു തുടങ്ങുന്നത് മൂത്തോൻ കണ്ടു. മൂത്തോന് ഈ മനുഷ്യരുടെ അടുത്തൊരു സ്നേഹം വരുന്നതല്ല നമുക്കതിൽ നിന്ന് ചെറുതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആ ഒരു സ്ത്രീരൂപം അവരുടെ കൂട്ടത്തിൽ ഒരു കൂട്ടം ആളുകളുമായിട്ട് ഭൂമിയിലേക്ക് വന്നിറങ്ങുന്നു. മൂത്തോൻ അവിടെ തളർന്നിരിക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ വർഷങ്ങൾക്ക് ശേഷം വന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു സ്ത്രീരൂപം അവിടെ വരുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ആ വന്നേക്കുന്നത് ഓൾമദർ അല്ല, സാക്ഷാൽ ഇഷ്ടാർ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, ഇഷ്ടാർ എന്ന് പറയുമ്പോൾ മെസൊപ്പൊട്ടേമിയൻ ഗോഡസ് ഓഫ് വാർ ആൻഡ് ലവ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ അനുനാക്കികളുടെ ഒരു ഗ്രൂപ്പിൽ വരുന്ന ദൈവവും കൂടെയാണ് ഈ ഒരു ഇഷ്ടാർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മെസൊപ്പൊട്ടേമിയയിലുള്ള ആളുകൾ അനുനാക്കികളെ ആരാധിച്ചതുപോലെ ഇഷ്ടാറിനെയും ആളുകൾ ആരാധിക്കുന്നതായിട്ട് നമുക്കതിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഇഷ്ടാറിനെ ആരാധിച്ചിരുന്നൊരു സ്ഥലമായിരുന്നു നീലിക്ക് ശക്തി കിട്ടിയ ഗുഹ. അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഇഷ്ടാർ അവിടെ വന്നിറങ്ങുന്നു. ഇഷ്ടാർ വന്നതിന് ശേഷം ഇഷ്ടാറിൻ്റെ കൂടെയുള്ള അനുയായികളെ കൊണ്ട് ഇഷ്ടാർ ചെയ്യിപ്പിക്കുന്നത് എന്താണ്? മനുഷ്യരെ ഇട്ട് അടിമപ്പണി എടുപ്പിക്കുന്നു. എന്തിനാണ് അനുനാക്കികൾ ഭൂമിയിലേക്ക് വന്നത്? ചിന്തിക്കാനുള്ള അടിമകളെ സൃഷ്ടിച്ച് ഭൂമിയിൽ നിന്ന് സ്വർണം ഖനനം ചെയ്തെടുക്കാൻ. ഇതുപോലെ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇഷ്ടാർ ഭൂമിയിലോട്ട് മൂത്തോനെ പറഞ്ഞു വിട്ടത്. ഇഷ്ടാറിൻ്റെ അമ്മ ഭൂമിയിലോട്ട് മൂത്തോനെ പറഞ്ഞു വിട്ടത്. അപ്പോൾ ആ ഒരു ദൗത്യം പൂർത്തിയാക്കാനായിട്ടാണ് ഇഷ്ടാർ തിരിച്ചു വന്നതും ഇഷ്ടാറിൻ്റെ അനുയായികൾ മനുഷ്യരെ ഇട്ട് കഷ്ടപ്പെടുത്താൻ തുടങ്ങിയത്. അപ്പോൾ ഈ മനുഷ്യരെ ഇട്ട് കഷ്ടപ്പെടുത്തിയതിന് ശേഷം ഇവർ മനുഷ്യരെ അവരിൽ നിന്ന് രക്ഷിക്കാനായിട്ട് തുനിഞ്ഞിറങ്ങുന്ന ഒരു സീനും കാണുന്നുണ്ട്. അടുത്ത ചിത്രം കാണുന്നതെന്ന് പറയുമ്പോൾ ഇഷ്ടാറും മൂത്തോനും തമ്മിലുള്ളൊരു ഫൈറ്റാണ്. ആ ഫൈറ്റിൽ മിക്കവാറും ഇഷ്ടാറിനെ മൂത്തോൻ പരാജയപ്പെടുത്തിയിട്ടുണ്ടാവണം. എന്നിട്ട് ഇഷ്ടാറിനെ ബന്ധനസ്ഥയാക്കിയിട്ട് കടലിൽ, അതായത് വെള്ളത്തിനടിയിലോട്ട് താഴ്ത്തുന്നതായിട്ടും നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നുണ്ട്. കാരണം മൂത്തോനും ഇഷ്ടാറും തമ്മിൽ ഈ പോരാട്ടം നടന്ന സമയത്ത് ഇഷ്ടാറിൻ്റെ അനുയായികൾ ഭൂമിയിൽ വളരെ ഒളിച്ച് പലയിടങ്ങളിലായിട്ട് സ്പ്രെഡായി നിൽക്കുകയും വർഷങ്ങൾക്ക് ശേഷം അവർ കടലിലേക്ക് ഇറങ്ങി വന്നിട്ട് ഇഷ്ടാറിനെ കടലിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു സീനും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഇഷ്ടാറിന് ഉള്ളൊരു എബിലിറ്റിയാണ് മനുഷ്യർക്ക് സൂപ്പർ ഹ്യൂമൻ എബിലിറ്റികൾ കൊടുക്കുക എന്നുള്ളത്. ഒരുപക്ഷെ അങ്ങനെ സൂപ്പർ ഹ്യൂമൻ എബിലിറ്റി കൊടുത്തതായിരിക്കാം മറ്റുള്ള ഇതിൽ കാണുന്ന സൂപ്പർ ഹ്യൂമൻസ് അല്ല. അപ്പോൾ ഇങ്ങനെയാണ്, ഇവിടം വരെയാണ് ഇഷ്ടാറിൻ്റെയും മൂത്തോൻ്റെയും കഥ കൊണ്ടു നിർത്തിയേക്കുന്നത്. എന്നാൽ ഇതിന് ശേഷം അവിടെ ചാത്തന്മാരെ കാണിക്കുന്നുണ്ട്. അതായത് ഒരേ ലുക്കുള്ള ഒരുപാട് കുട്ടികളുടെ ഒരു ചിത്രം കാണിക്കുന്നുണ്ട്. 390 പേര് ചാത്തന്മാരെ കാണിക്കുന്നുണ്ട്. ആ കുട്ടികളെല്ലാവരും കൂടെ ഒരുമിച്ച് കയറി ഒരു എന്താ പറയുക, ഗ്രാമപ്രദേശത്തിലുള്ള ആളുകളെല്ലാം ആക്രമിക്കുന്നത് കാണിക്കുന്നുണ്ട്. പിന്നീട് മൂത്തോൻ വന്നിട്ട് ഇവരെ എല്ലാവരെയും പരാജയപ്പെടുത്തി, അതായത് ആ സമയത്ത് ഇവരെ എല്ലാവരെയും പരാജയപ്പെടുത്തി കീഴ്പ്പെടുത്തുന്നുണ്ട് മൂത്തോൻ. ആ സമയം മൂത്തോനിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന കുറച്ച് ആളുകളുമുണ്ട്.
അവരിൽ വരുന്ന ആളുകളാണ് ഈ നമ്മുടെ ടൊവിനോ തോമസിൻ്റെ മൈക്കിൾ എന്ന് പറയുന്ന കഥാപാത്രവും അതുപോലെ ലാസ്റ്റിൽ കാണിക്കുന്ന ആ ഒരു കഥാപാത്രവും എല്ലാം. അപ്പം അങ്ങനെ അവിടെ നിന്ന് ചാത്തന്മാർ രക്ഷപ്പെട്ടു പോകുന്നതായിട്ടാണ് ആദ്യം കാണിക്കുന്നത്. പിന്നീട് കാണിച്ചത് ഒടിയനെയാണ്. കൂടെ ഒരു പട്ടിയുടെ അകമ്പടിയോടുകൂടി നിൽക്കുന്ന ഒരാളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അയാൾ പല 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 കാലഘട്ടങ്ങളിൽ നിൽക്കുന്നതായും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? എങ്ങനെയാണ്? ഒരു കാലഘട്ടം എന്ന് പറയുമ്പോഴത്തേക്കും അതെന്ന് പറയുമ്പോൾ ഈ ഒരു കാട്ടിൽ താമസിച്ചിരുന്ന ഒരാളായിട്ടാണ് അതിൽ ഒടിയനെ കാണിച്ചേക്കുന്നത്. പിന്നീട് അയാൾ ഒരു വലിയൊരു റോമാ സാമ്രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്നതായിട്ട് കാണിച്ചേക്കുന്നു. പിന്നീട് വേറെ പല സാമ്രാജ്യങ്ങളായിട്ട് യുദ്ധം ചെയ്യുന്നത് കാണിച്ചിരിക്കുന്നു. അപ്പോൾ ദുൽഖറിൻ്റെ കഥാപാത്രമായിട്ടുള്ള ചാർലി അല്ലെങ്കിൽ ഒടിയൻ ഒരുപക്ഷെ ഇമ്മോർട്ടലായിട്ടുള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇമ്മോർട്ടലിൽ നിന്ന് പിൻഗാമികളായിട്ട് വന്ന ഒരാളുമായിരിക്കാം. അപ്പോൾ നമുക്ക് ഒടിയനിലേക്ക് പിന്നീട് വരാം, ചാത്തനിലേക്കും പിന്നീട് വരാം. അപ്പോൾ ഈ ഒരു സീൻസുകളെല്ലാം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് മറ്റൊരു സീനും കാണാൻ കഴിയുന്നുണ്ട്. മൂത്തോൻ കടമറ്റത്ത് കത്തനാരുടെ കയ്യിൽ തൻ്റെ അധികാരത്തിൻ്റെ അടയാളമായിട്ടുള്ള ആ വടി കൊടുക്കുന്ന ഒരു സീനും കാണുന്നുണ്ട്. ഒരുപക്ഷെ കടമറ്റത്ത് കത്തനാരെ മൂത്തോൻ ചുമതലപ്പെടുത്തുന്നതുമാകാം തൻ്റെ കൂടെ നിന്നുകൊണ്ട് ഇതിനെ എല്ലാത്തിനെയും മെയിൻറ്റെയിൻ ചെയ്യുവാനായിട്ട്, അതായത് സൂപ്പർ ഹ്യൂമൻസിനെ എല്ലാത്തിനെയും മെയിൻറ്റെയിൻ ചെയ്യുവാനായിട്ട്. ഒരുപക്ഷെ ഇഷ്ടാറിൻ്റെ വരവോടുകൂടി ഭൂമിയിൽ ഒരുപാട് സൂപ്പർ ഹ്യൂമൻസ് ഉണ്ടാവുകയും ആ സൂപ്പർ ഹ്യൂമൻസിനെ നേരിടാനായിട്ടും അതുപോലെ തന്നെ നിയന്ത്രിക്കുവാനുമായിട്ടും മൂത്തോൻ നിർമ്മിച്ച ഒരു സീക്രട്ട് സർക്കിൾ, ആ സീക്രട്ട് സർക്കിളിലുള്ള ഒരാളായിരുന്നായിരിക്കാം ഈ കത്തനാർ. പണ്ട് നമ്മൾ ഈ ഐതിഹ്യമാലയിൽ കത്തനാർ ഒരു സ്ഥലത്ത് അകപ്പെട്ടു പോവുകയും തിരിച്ചു മാന്ത്രികനായിട്ട് വരികയും ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇവിടെ കത്തനാർ വന്നത് മൂത്തോൻ്റെ അടുത്തായിരിക്കാം. കാരണം നീലിയെ കത്തനാർ പിടിച്ചതിന് ശേഷം നീലിയോട് പറയുന്നുണ്ട്, എന്താണ്, മൂത്തോൻ എന്നും പറഞ്ഞ് ബഹുമാനത്തിൽ ഒരു ചിത്രത്തിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ മിക്കവാറും കത്തനാർ പണ്ട് കാട്ടുവാസികളുടെ ഇടയിൽ പെട്ടതിന് പകരമായിട്ട് ഈ ഒരു കഥയിലെ നറേറ്റീവ് പ്രകാരം മൂത്തോൻ്റെ അടുത്തായിരിക്കും വന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം ഡോക്യുമെൻ്റ് ചെയ്ത് ഇവരെ എല്ലാവരെയും കൺട്രോൾ ചെയ്യാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ, അതായത് മൂത്തോൻ്റെ പല പല ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായിട്ടായിരിക്കും മിക്കവാറും കടമറ്റത്ത് കത്തനാരിനെ നിർത്തിയിരുന്നതെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പറയാനായിട്ട് മറ്റൊരു കാര്യവും കൂടെയുണ്ട്. കടമറ്റത്ത് കത്തനാർ, അതായത് സണ്ണി വെയിൻ കടമറ്റത്ത് കത്തനാരായിട്ട് വന്നത് കാണാൻ അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നല്ലേ. അപ്പോൾ സണ്ണി വെയിൻ്റെ കടമറ്റത്ത് കത്തനാരെന്ന് പറയുന്ന കഥാപാത്രം ഈ നീലി, കള്ളിയങ്കാട്ട് നീലി എന്ന് പറയുന്ന ചന്ദ്രയെ തളച്ചതിന് ശേഷം ഇവർക്കിടയിലൊരു സംഭാഷണം ഉണ്ടാകുന്നുണ്ട്. നിന്നെപ്പോലെ ഒരുപാട് പേര് ഈ ലോകത്തിലുണ്ട്, നാട്ടുകാരെ നിന്നെ ഞാൻ തളച്ചു എന്ന് വിശ്വസിപ്പിക്കാനായിട്ടാണ് ഈ ഒരു സംഭവം ഞാൻ ചെയ്തേക്കുന്നത്. നിൻ്റെ ശക്തിയും അതുപോലെ തന്നെ വീക്ക്നെസ്സുകളും എല്ലാം എനിക്കറിയാം. നിന്നെപ്പോലെ ഒരുപാട് പേര് ഈ ലോകത്തിലുണ്ട്, അതിൽ 2 പേരെ എനിക്ക് തളയ്ക്കാൻ ഒറ്റയ്ക്ക് പറ്റത്തില്ല, അതിലെനിക്ക് നിൻ്റെ സഹായം വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ കടമറ്റത്ത് കത്തനാരെ മൂത്തോൻ ചുമതലപ്പെടുത്തിയേക്കുന്നത് കൺട്രോൾ വിട്ട് പല സ്ഥലങ്ങളിലായി നിൽക്കുന്ന ഇതുപോലത്തെ സൂപ്പർ ഹ്യൂമൻസ്, മെറ്റാ ഹ്യൂമൻസ്, ആ ഹ്യൂമൻസിനെ പിടിച്ച് കൺട്രോൾ ചെയ്ത് ഒരു കുടക്കീഴിൽ, അതായത് മൂത്തോൻ്റെ കുടക്കീഴിൽ കൊണ്ടുവരാനായിട്ടുള്ള ഏജൻറ്റുകളിൽ ഒരാളായിട്ടായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു സിനിമയിൽ കടമറ്റത്ത് കത്തനാരെ കാണിച്ചിരുന്നത്. ഇതേ സംഭവം നമുക്ക് ആദ്യം കാണിക്കുന്ന ആ ഒരു ഷോട്ടുകളുണ്ടല്ലോ, ആ ഒരു കാർട്ടൂൺ ഇമേജസ്, അതിൽ 2 ഇമേജിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരു ചാത്തനെ അന്വേഷിച്ച് നീലിയും കത്തനാരും കൂടെ വരുന്നത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ചാത്തനെ ഗുഹയ്ക്കകത്ത് വെച്ച് കത്തനാർ പൂർണ്ണമായും അടയ്ക്കുന്നതും കാണുന്നുണ്ട്. അപ്പോൾ മൂത്തോൻ്റെ രീതി 2 കാര്യങ്ങളാണ്. ഒന്ന്, തൻ്റെ കൂടെ നിൽക്കുക, അയാളുടെ കൂടെ നിൽക്കാതെ മറ്റുള്ള ആളുകൾക്ക് ഉപദ്രവമാകുന്ന ആളുകളെ മൂത്തോൻ തളയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കടമറ്റത്ത് കത്തനാർ ചെയ്തതും അതുതന്നെയാണ്. നീലിയുടെ സഹായത്തോടു കൂടി ഒരു ചാത്തനെ ഒരു ഗുഹയ്ക്കുള്ളിൽ തളയ്ക്കുന്നതായി കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ ചാത്തനെ തന്നെ ആയിരിക്കാം പോസ്റ്റ് ക്രെഡിറ്റ് സീൻസിൽ നമ്മുടെ മണിയൻ്റെ അതേ ലുക്കുള്ള ടൊവിനോ തോമസിൻ്റെ രൂപത്തിൽ നമ്മൾ കണ്ടതും. എന്താണ്, ഡീപ്പസ്റ്റ് ആയിട്ടുള്ളൊരു ഗുഹയിലോട്ട് ഒരു ശാസ്ത്രജ്ഞന്മാർ കയറിപ്പോവുകയും എന്നാൽ ഒരു സന്യാസി മാത്രം കയറിപ്പോകാതിരിക്കുകയും അങ്ങോട്ട് കയറിപ്പോയതിന് ശേഷം ഇവർ അവിടെ അത്രയും കാലവും കത്തനാർ പൂട്ടി വെച്ചിരുന്ന ചാത്തനെ തുറന്നു വിടുകയും ചെയ്യുന്നതായിട്ടാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു സിനിമയുടെ നറേറ്റീവ് പ്രകാരം ഇങ്ങനെയും നമുക്ക് പറയാം. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു സിനിമയുടെ വേൾഡ് ബിൽഡിംഗ് അനുസരിച്ച് കടമറ്റത്ത് കത്തനാരോട് പിൻഗാമിയായിട്ടുള്ള വ്യക്തിയാണ് പിന്നീട് എന്താണ് ഈ ഒരു മെറ്റാ ഹ്യൂമൻസിന് എല്ലാത്തിനും കൂടെ വന്ന് ചേരാനായിട്ടുള്ള ഒരു പബ്ബ് സെറ്റപ്പ് രൂപീകരിച്ചതും അവർക്ക് അണ്ടർഗ്രൗണ്ടിൽ താമസിക്കാനായിട്ടുള്ള സെറ്റപ്പുകളെല്ലാം റെഡിയാക്കിയേക്കുന്നതും. അപ്പോൾ പിന്നീട് മൂത്തോൻ അവരെ ചുമതലപ്പെടുത്തിയ ആ ഒരു ഡ്യൂട്ടി അവർ ഓരോ ജനറേഷൻ കഴിയുന്നതിനനുസരിച്ചും ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. ഇനി നീലിക്ക് ശക്തി കിട്ടിയതിനെക്കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു. കാരണം നീലിക്ക് ശക്തി കിട്ടിയ ആ ഒരു ഗുഹയിൽ ഇഷ്ടാറിൻ്റെ അതേ രൂപത്തിലുണ്ടായിരുന്ന ഒരു പ്രതിമയുണ്ടായിരുന്നു ഇല്ലേ? അതിന് തൊട്ട് പിന്നിലായിട്ട് കുറച്ച് കൊത്തുപണികളും ഉണ്ടായിരുന്നു. അതിൽ പക്ഷേ പണ്ട് കാലങ്ങളിൽ ഇഷ്ടാറിനെ ഫോളോ ചെയ്ത് വന്നിരുന്ന ആളുകൾ ആരാധിച്ചിരുന്ന ഇഷ്ടാറിൻ്റെ ഒരു ഏർലി ടെമ്പിളായിരുന്നായിരിക്കാം. അവിടെ ഇഷ്ടാറിൻ്റെ ദേഹത്തുണ്ടായിരുന്ന എന്തോ ഒരു എലമെൻറ്റ് ആ ഒരു പ്രതിമയെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു. ആ പ്രതിമയെ ചുറ്റിപ്പറ്റി നിന്നിരുന്ന ആ ഒരു എലമെൻറ്റ് ആ ഒരു എന്താ പറയുക
വവ്വാലുകളുടെ ദേഹത്തും ഉണ്ടായിരുന്നു. അങ്ങനെ ആ വവ്വാലുകളുടെ കടി കൊണ്ടിട്ടാണ് നീലിയുടെ ദേഹത്തേക്ക് ആ ഒരു ബോഡി കയറുന്നത്. ഒരുപക്ഷെ ഇഷ്ടാറിൻ്റെ ദേഹത്ത് നോർമലായിട്ട് നിന്നിരുന്ന ആ ഒരു ശക്തി മനുഷ്യരുടെ ദേഹത്തേക്ക് കയറുമ്പോൾ ഒരു വൈറസായി മാറുന്നതുമായിരിക്കാം. പിന്നെ ഇതിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് സീനാണ്, ചന്ദ്രയ്ക്ക് O- കിട്ടാണ്ടാവുന്ന ആ ഒരു സമയമുണ്ടല്ലോ. അതായത് മറ്റേ റോസ് എന്നും പറഞ്ഞൊരുത്തം വരുമല്ലോ, അവനെ എടുത്തിട്ട് ഇടിക്കുന്ന സമയത്ത് ചന്ദ്രയുടെ കയ്യിലും ആസിഡ് വീണ് ദേഹം പൊള്ളുമല്ലോ. അപ്പോൾ ചന്ദ്രയുടെ ദേഹത്ത് മുറിവുകൾ ഉണ്ടാകുന്ന സമയത്ത് അത് റീജനറേറ്റ് ചെയ്യാനായിട്ട് ചന്ദ്രയ്ക്ക് O-, അതായത് ചോര കിട്ടിയേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു ചോര കിട്ടാതിരിക്കുന്ന സമയത്ത് ചന്ദ്രയുടെ സ്വഭാവം മാറുന്നുണ്ട്. ദേഷ്യപ്പെട്ട് ചന്ദ്ര അകത്തിരിക്കുന്നുണ്ട്. ആ ദേഷ്യം വന്ന് ചന്ദ്ര സംസാരിക്കുമ്പോൾ, കറക്റ്റ് പ്രേതം സംസാരിക്കുമ്പോൾ നമ്മൾ പല സിനിമകളിലും ഒരു ഡിസ്റ്റോർട്ടഡ് എഫക്റ്റ് സൗണ്ടിൽ വരുന്നത് കേട്ടിട്ടില്ലേ? അപ്പോൾ ആ ഒരു ഡിസ്റ്റോർട്ടഡ് എഫക്റ്റിൽ ചന്ദ്ര സംസാരിക്കുന്ന ഒരു സീനുണ്ടല്ലോ. അതായത് നൈജിലിനെ കാണാതെ നൈജിൽ തലേ ദിവസം ചന്ദ്രയുടെ അപ്പാർട്ട്മെൻറ്റിൽ പോയി. അപ്പോൾ നൈജിൽ അവിടെ ഉണ്ടാവുമെന്നും പറഞ്ഞ് സണ്ണി വിളിക്കാനായിട്ട് വരുമ്പോൾ ചന്ദ്ര ദേഷ്യപ്പെടുന്നുണ്ടല്ലോ. ദേഷ്യപ്പെട്ടതിന് ശേഷം ചന്ദ്ര പിന്നീട് സണ്ണിയെ കാണാൻ വരുന്ന സീനിൽ, അതായത് O- കിട്ടിയതിന് ശേഷം ചന്ദ്ര സണ്ണിയെ കാണാനായിട്ട് വരുന്ന സീനിൽ വേണുവും സണ്ണിയും കൂടെ TV-യിൽ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വേണു നല്ലൊരു ടിങ്ക്ലിംഗ് സ്റ്റാർ എഫക്റ്റിൽ ഇങ്ങനെ വായും തുറന്നു വെച്ചൊരു സിനിമയും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അതൊരു പഴയ സിനിമ. അതൊരു പ്രേതത്തിൻ്റെ രൂപത്തിലൊരു പുള്ളിക്കാരി ഇങ്ങനെ നിന്നിട്ട് പിന്നീട് ശ്രീവിദ്യയുടെ രൂപം എടുക്കുന്നുണ്ട് അല്ലേ. അത് ഏതെങ്കിലും ഒരു സിനിമയല്ല, അത് പണ്ടിറങ്ങിയ നസീർ സാറിൻ്റെ സിനിമയായിട്ടുള്ള കടമറ്റത്തച്ഛനാണ്. കടമറ്റത്തച്ഛൻ എന്ന സിനിമയാണ് കാണിച്ചേക്കുന്നത്. അതിൽ ശ്രീവിദ്യയുടെ കഥാപാത്രമായ കാണിച്ചേക്കുന്നത് കള്ളിയങ്കാട്ട് നീലിയുമാണ്. അതായത് കടമറ്റത്തച്ഛൻ സിനിമയിലെ കള്ളിയങ്കാട്ട് നീലിയെ ഈ ഒരു സ്ക്രീനിൽ പ്ലേ ചെയ്തുകൊണ്ടിരുന്ന അതേ സമയത്ത് തന്നെ ഡോറിൻ്റെ അവിടെ ചന്ദ്ര വന്ന് നിൽക്കുന്നു. അതായത് ഈ കഥയിലുള്ള യഥാർത്ഥ കള്ളിയങ്കാട്ട് നീലി. ചന്ദ്ര ഡോറിൻ്റെ അടുത്തോട്ട് ഒന്ന് കയറി നിൽക്കുന്ന സമയത്ത് സ്ക്രീനിൽ, അതായത് ഇവർ കണ്ടുകൊണ്ടിരിക്കുന്ന TV-യിൽ കള്ളിയങ്കാട്ട് നീലിയായിട്ട് അഭിനയിക്കുന്ന ശ്രീവിദ്യയുടെ കഥാപാത്രവും കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ട് കയറി വരുന്നുണ്ട്. ഒരു പാരലൽ മൂവ്മെൻറ്റ് പോലെ. അതൊരു നല്ല ബ്രില്യൻ്റായിട്ട് തോന്നി. അതായത് ചന്ദ്ര കള്ളിയങ്കാട്ട് നീലിയാണ് എന്ന് നമ്മളോട് എക്സ്പ്ലിസിറ്റ്ലി പറയുന്നതിന് മുൻപായിട്ട് വളരെ സട്ടിലായിട്ട് നമുക്കൊരു സൂചന തന്നതായും തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ രസകരമായിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്. ചന്ദ്രയെ സണ്ണി അവരുടെ പാർട്ടിയിലോട്ട് വരാനായിട്ട് ഇൻവൈറ്റ് ചെയ്യുമല്ലോ. ചന്ദ്ര ആ സമയത്ത് ആ വെള്ള വസ്ത്രം ധരിച്ച് നല്ല സുന്ദരിയായിട്ട് വന്ന് ആ ഡോറിൻ്റെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. അതിൽ സണ്ണി പറഞ്ഞതിന് ശേഷമാണ് ചന്ദ്ര അകത്തേക്ക് കയറുന്നത്. അതെന്ന് പറയുമ്പോഴത്തേക്കും ഈ വാമ്പയറുകളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു കാര്യമാണ്. കഥകിൻ്റെ എന്താ പറയുക, സിന്നേഴ്സ് എന്ന് പറഞ്ഞൊരു സിനിമയൊക്കെയാണ്. അതിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും. കഥകിൻ്റെ മുന്നിൽ വന്ന് വാമ്പേഴ്സ് ഇങ്ങനെ നിൽക്കും. നമ്മൾ ഇൻവൈറ്റ് ചെയ്താൽ മാത്രമേ വാമ്പേഴ്സിന് വീട്ടിനകത്തോട്ട് കയറാൻ പറ്റൂ. അപ്പോൾ ആ ഒരു കണക്ഷനും അവിടെ വരുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് സീനുകളിലും ഓരോ മൈന്യൂട്ട് ഡീറ്റെയിലിങ്ങുകളുണ്ട്. അതാണ് ഈ ഒരു സിനിമയുടെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചന്ദ്രയെ ചുറ്റിപ്പറ്റി തന്നെ ഒരുപാട് കാര്യങ്ങളിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അധിക സമയമില്ലാത്തത് കൊണ്ട് നമുക്കിനി ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് കഥാപാത്രമായിട്ടുള്ള മൈക്കിളിലേക്ക് പോവാം അല്ലേ. ചാത്തനാണ് മൈക്കിൾ എന്നുള്ള രീതിക്കാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ ടൊവിനോ തോമസിൻ്റെ കഥാപാത്രം ചാത്തനെ പോർട്രേ ചെയ്തിരിക്കുന്നത് നമ്മുടെ തോറിൻ്റെ സഹോദരനായിട്ടുള്ള ലോക്കി ഉണ്ടല്ലോ, ആ ലോക്കി സ്റ്റൈലിലായിട്ടാണ് ചാത്തനെ കാണിച്ചേക്കുന്നത്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഈ ഒരു വേൾഡ് ബിൽഡിങ്ങിൽ ചെയ്തിരിക്കുകയും ചെയ്യുന്നത്. ആദ്യം തന്നെ ആൾ ചാത്തനാണെന്ന് സൂചിപ്പിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഇങ്ങനെ രഹസ്യമായിട്ട് വന്ന് ടോവിനോ ഇങ്ങനെ ആ ഒരു ബിൽഡിങ്ങിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നിപ്പും, അതുപോലെ തന്നെ ഈ മദ്യം കുടിക്കുന്ന സീനും. അതായത് നമുക്കറിയാം പല സ്ഥലങ്ങളിലും ഈ ഒരു ചാത്തനുമായിട്ട് ഈ മദ്യത്തിനെ കണക്ട് ചെയ്ത് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൊവിനോ തോമസിനെ എപ്പോഴും ഒരു മദ്യവുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിക്ക് ഈ സിനിമയിൽ മൈക്കിൾ എന്ന് പറയുന്ന കഥാപാത്രത്തെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ടൊവിനോ തോമസിൻ്റെ കയ്യിലുണ്ടായിരുന്ന കീ ചെയിന, ആ ഒരു കീ ചെയിനിലൊരു ചെറിയ കുട്ടിച്ചാത്തൻ്റെ രൂപത്തിലുള്ള ഒരു കീ ചെയിനുമായിരുന്നു. അതുപോലെ തന്നെ ടൊവിനോ തോമസ് ഇവിടെ വന്ന് ഈ ഒരു അവിടെ നിന്ന് സണ്ണിയെയും ചന്ദ്രയെയും എല്ലാം രക്ഷിച്ചുകൊണ്ട് സോളിഗ്രയിൽ കഫേയിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ചാത്തനായിട്ടുള്ള മൈക്കിൾ, അതായത് ടൊവിനോ തോമസിൻ്റെ കഥാപാത്രം പണ്ട് മൈ ഡിയർ കുട്ടിച്ചാത്തൻ സിനിമയിലെ ആലിപ്പഴം വെറുക്കാൻ പാട്ടുണ്ടല്ലോ, അതും ഷൂട്ട് പിടിച്ചുകൊണ്ടാണ് വരുന്നത്. അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കണക്ഷനായിട്ട് തോന്നി. പിന്നെ അവിടെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു സംഭവമുണ്ട്. നൈജിലുണ്ടല്ലോ, ഇവരുടെ കൂടെയുള്ള, അതായത് സണ്ണിയുടെ കൂട്ടുകാരനായിട്ടുള്ള നൈജിൽ, ഏതാടാ ഈ കത്തി വേഷം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ദൂരെ നിന്ന് അത് കേൾക്കുന്ന മൈക്കിൾ, അതായത് ചാത്തൻ, അവിടെ നിന്നിട്ട് അടുത്ത് വന്നിട്ട് പറയും ഐ ആം എ ഗോഡ് ഡ്യൂഡ് എന്ന്, അത് ഞാനൊരു ദൈവമാണെന്ന്. അല്ലേ, അത് പറയേണ്ട കാര്യമല്ല. അപ്പോൾ അതെല്ലാം വളരെ സട്ടിലായിട്ട് അത് ചാത്തനാണെന്ന് നമ്മളോട് പറയാതെ പറയുന്നുമുണ്ട്. ഈ ഒടിയൻ എന്ന് പറഞ്ഞ് ഇതിൽ കാണിച്ചേക്കുന്നൊരു കാര്യമുണ്ട്. ഒടിയൻ്റെ കൂടെ എപ്പോഴും ഒരു പട്ടിയെ കാണുന്നുണ്ട് അല്ലേ. ചന്ദ്രയെ അവരെല്ലാവരും കൂടെ പിടിച്ചിട്ട് ആക്രമിക്കുന്ന സമയത്തും ഈ പട്ടിയെ അവിടെ കാണിക്കുന്നുണ്ട്. ഈ പട്ടിയുടെ ദേഹത്തൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഈ പട്ടിക്ക് ഒരു കാലില്ല, 3 കാലുള്ള പട്ടിയാണ്. അത് വെച്ചിട്ട്
ദുൽഖർ സൽമാൻ ഒടിയനാണെന്ന് നമ്മുടെ അടുത്ത് നേരത്തെ പറയുക. എങ്ങനെയെന്നറിയോ? പണ്ട് ഒടിയന്മാരെ ചുറ്റിപ്പറ്റി വരുന്നൊരു കഥയാണ്. ഒടിയന്മാർ ഒടി മാറുന്ന സമയത്ത്, അതായത് അവർ മൃഗങ്ങളായിട്ട് ഒടി മാറുന്ന സമയത്ത് ഇവർക്ക് 100% ഒരു മൃഗത്തിനെ പോലെ ആവാൻ പറ്റത്തില്ല. എന്തെങ്കിലും പോരായ്മകൾ അവർക്കുണ്ടാവും. ചിലപ്പോൾ കാളയായിട്ട് മാറുകയാണെങ്കിൽ ഒരു ചെവി കാണത്തില്ല, പോത്തായിട്ട് മാറുകയാണെങ്കിൽ ഒരു കൊമ്പ് കാണത്തില്ല. അതുപോലെ ഒരു ഡീഫോമിറ്റി ആയിട്ട് ഒടിയൻ്റെ കൂടെ നിൽക്കുന്ന ഈ പട്ടിയുടെ ദേഹത്ത് ഒരു കാലില്ല. അപ്പോൾ അത് ഒടിയനാണെന്ന് നമുക്ക് അങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. എന്നാൽ ഈ ഒരു കഥാപാത്രത്തിലെ ഒടിയനെ അതിഗംഭീരനായിട്ടുള്ള, ആർക്കും പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ പറ്റാത്ത, നല്ല സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത് ഉള്ള, സൂപ്പർ ഹ്യൂമൻ സ്പീഡുള്ള ഒരു ഒരു യോദ്ധാവായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഈ ഒടിയന്മാരെക്കുറിച്ച് പറയുമ്പോൾ പണ്ട് കാലഘട്ടങ്ങളിൽ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്. ഈ ഒടിയന്മാരെന്ന് പറയുമ്പോൾ ഇവർ മെയ്വഴക്കം നല്ലതുപോലെയുള്ള ആളുകളായിരിക്കും. കളരി പോലത്തെ ആയോധന മുറകളിൽ ഭയങ്കര എക്സ്പേർട്ടായിട്ടുള്ള ആളുകളുമായിരിക്കും. ഈ കളരി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഒരു മനുഷ്യനെ അമാനുഷികമാക്കി മാറ്റുന്നൊരു സംഭവമാണ് ഈ കളരി എന്ന് പറയുന്ന മാർഷൽ ആർട്സ്. അപ്പോൾ അതിലൊക്കെ എക്സ്പേർട്ടായിരിക്കും ഈ ഒടിയന്മാർ. അപ്പോൾ അതിൻ്റെ സഹായത്തോടുകൂടി ആ ഫ്ലെക്സിബിലിറ്റിയും കൂടെ യൂസ് ചെയ്ത് ഇവർ ഒടി വയ്ക്കാറുണ്ടെന്നും പറയുന്നുണ്ട്. എന്നാൽ ഒടി വയ്ക്കുന്ന സമയത്ത് ഈ ഒടിയന്മാർ അവരുടെ പ്രതിയോഗികളെ പ്രതിയോഗികളുടെ പിവറ്റൽ ഭാഗങ്ങൾ, മർമ്മഭാഗങ്ങൾ ഒടിച്ചു കൊന്നിരുന്നത് കൊണ്ട് അവർക്ക് ഒടിയന്മാരെന്ന് പേര് വീണുവെന്ന് ചില സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. അവിടെയും ഒടിയന്മാരെ തികഞ്ഞ അഭ്യാസികളായിട്ടാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു പോയിൻ്റ് മാത്രമായിട്ടാണ് ഇവിടെ ഈ ഒരു വേൾഡ് ബിൽഡിങ്ങിൽ, ലോകയിൽ ചാർലിയുടെ കഥാപാത്രമായിട്ടുള്ള ഒടിയനെ കാണിച്ചേക്കുന്നത്. അയാൾ ഗംഭീരമായിട്ടുള്ള ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആണല്ലോ, അല്ലേ? അടുത്തിടെ വിദ്യയിൽ എക്സ്പേർട്ടായിട്ടുള്ള ഒരു ഗംഭീരൻ പോരാളിയാണല്ലോ. അപ്പം അങ്ങനെ ചാർലിയെ കാണിച്ചിരിക്കുന്നു. പിന്നെ അത് മാത്രമല്ല, കാലം മാറുന്നതിനനുസരിച്ച് ആയോധന കലകളിൽ വ്യത്യാസം വരുത്തുന്ന ഒരാളായിട്ടും ചാർലിയെ കാണുന്നുണ്ട്. ഇപ്പോൾ ചാത്തനെയും ചന്ദ്രയെയും ഒക്കെ പോലെ ഒരുപാട് കാലഘട്ടങ്ങളിൽ മരണമില്ലാതെ ജീവിച്ചിരിക്കുന്ന ഒരാളാണ് ഒടിയനെങ്കിൽ, ആദ്യകാലങ്ങളിൽ ഒടിയൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു അമ്പും വില്ലും വാളുമായിരുന്നു. പിന്നീട് റോമാ സാമ്രാജ്യത്തിലോട്ട് പോയപ്പോൾ അതൊരു വലിയ വാളായി മാറി. പിന്നീട് ഈ കാലഘട്ടത്തിലോട്ട് വന്നപ്പോഴത്തേക്കും അതൊരു നിഞ്ച സ്റ്റൈൽ ആയുധമായിട്ട് മാറി, അല്ലേ? നിഞ്ച സോഡ്, സമുറായ് സോഡ്, പിന്നെ അതുപോലത്തെ ഒരു ആയുധമായിട്ട് മാറുകയും ചെയ്തു. അതായത് ഒടിയന്മാർക്ക് അവരുടെ മെയ്വഴക്കം കൊണ്ട് എന്തും അവർക്ക് വഴങ്ങും എന്നുള്ള രീതിക്കും പറയാൻ പറ്റുന്നുണ്ട്. ഒരുപക്ഷെ അങ്ങനെയായിരിക്കാം ഇതിൽ ഒടിയനെ കാണിച്ചിരുന്നത്. പിന്നെ ഇവിടെ ലാസ്റ്റിൽ ഒടിയൻ്റെ സീനിൽ ഒടിയൻ എല്ലാവരെയും വെട്ടി വീഴ്ത്തിയതിന് ശേഷം നീ ആരാന്ന് ചോദിക്കുമ്പോൾ നിൻ്റെ കാലനാണെന്ന് പറയുന്നുണ്ട്, നിൻ്റെ യമനാണെന്ന് പറയുന്നുണ്ട്. അത് ഒടിയൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലെ വരികൾ നല്ല രസമാണ്. ആദ്യത്തെ വരിയെന്ന് പറയുമ്പോൾ നരകത്തെ പാലിക്കും എന്നാണ് തുടങ്ങുന്നത്. നരകത്തെ പാലിക്കുന്ന ആളാണല്ലോ കാലൻ, യമൻ. എന്നിട്ട് അവസാനം കാലത്തിൻ തമ്പാനെ എന്ന് വിളിക്കുന്നുണ്ട്, അതായത് കാലത്തിൻ്റെ തമ്പുരാനെ എന്ന് വിളിക്കുന്നുണ്ട്. ഓരോ മനുഷ്യരുടെയും ജനനമരണമാണല്ലോ അയാളുടെ കാലം. ആ കാലത്തിൻ്റെ തമ്പാനായിട്ട് കാണുന്നതും കാലനെ തന്നെയാണല്ലോ, യമനെ തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നിൻ്റെ യമൻ, നിൻ്റെ കാലൻ എന്ന് പറയുന്ന ആ ഒരു ഒടിയൻ്റെ കഥാപാത്രത്തിന് ചേർന്നൊരു BGM തന്നെയാണ് JX ബിജോയ് അവിടെ ചെയ്തു വെച്ചേക്കുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ളതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥാപാത്രമാണ് വിജയരാഘവൻ്റെ കഥാപാത്രം. പണ്ട് കടമറ്റത്ത് കത്തനാർ എഴുതി വെച്ചിരുന്ന ഓലക്കെട്ടുകൾ, ആ ഓലക്കെട്ടുകളെല്ലാം ഒരു പുതിയ പുസ്തകമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് രഹസ്യ പേരിൽ ഇറക്കിയ ഒരു ശാസ്ത്രജ്ഞൻ. നമുക്ക് ചിന്തിക്കും, ഇയാൾ എന്തിന് ഇതിൻ്റെയൊക്കെ പിന്നിൽ നടക്കുന്നു? കാരണം അയാൾക്കൊരു വലിയ ഉദ്ദേശമുണ്ട്. അയാളുടെ കൊച്ചുമകൾ വയ്യാണ്ടിരിക്കുന്ന ആളാണ്. പുള്ളിക്കാരൻ ഈ മെറ്റാ ഹ്യൂമൻസിനെ റിസർച്ച് ചെയ്ത് പോകുന്നത് ഈ ഇമ്മോർട്ടൽസിനെ തപ്പി പോകുന്നതാണ്. കാരണം എന്താണ്? ആ ഇമ്മോർട്ടൽസിനെ ആരെങ്കിലും മീറ്റ് ചെയ്താൽ സ്വന്തം കൊച്ചുമകളുടെ ജീവിതം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാമല്ലോ. കാരണം വയ്യാതെ കിടക്കുന്ന കുട്ടിയല്ലേ. ലാസ്റ്റ് നമ്മുടെ ഈ പുള്ളിക്കാരനെ നാച്ചിയപ്പയെ വന്ന് കാണുന്ന സമയത്ത് പറയുന്നു, നിങ്ങളുടെ ചോര കുറച്ച് ഞാൻ എടുക്കുവാണെന്ന്. ഒരു പക്ഷേ അതിൽ നിന്ന് എന്തെങ്കിലും എടുത്തുകൊണ്ട് തൻ്റെ ചെറുമകൾക്ക് ജീവൻ, അതായത് ട്രീറ്റ്മെൻറ്റിൽ കഴിയുന്ന ചെറുമകളുടെ അസുഖം ഭേദമാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഒരു അപ്പൂപ്പനായിട്ടായിരിക്കാം ശ്രീ വിജയരാഘവൻ്റെ കഥാപാത്രത്തെ ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ ലോകയുടെ ഓരോ സീനുകളിലും രസകരമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ വരുന്നുണ്ട്. മലയാള സിനിമയിൽ നിന്ന് അതിഗംഭീരമായിട്ടുള്ളൊരു സിനിമയാണ് ഇറങ്ങിയിരിക്കുന്നത്. വലിയ ഹൈപ്പൊന്നുമില്ലാതെ വന്നിട്ട് ഒരു ഗംഭീര വിജയം നേടി എന്ന് പറയാതിരിക്കാൻ വയ്യ. എന്തായാലും ചാപ്റ്റർ 2നും ചാപ്റ്റർ 3ക്കും എല്ലാം വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ചാപ്റ്റർ 2 എന്തായാലും അത് മൈക്കിൾ തന്നെ ആയിരിക്കും. ചാപ്റ്റർ 3 ഒടിയനായിരിക്കും. ചാപ്റ്റർ 4 ചിലപ്പോൾ മൂത്തവനായിരിക്കും. ചാപ്റ്റർ 5 ഇവരുടെ എല്ലാവരുടെയും ഷോ ഡൗൺ ആയിരിക്കും. എന്തായാലും ഹൈലി എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഫിലിം ഫ്രാഞ്ചൈസ് ഇപ്പോൾ നമ്മുടെ മലയാളികൾക്കും ഉണ്ട്, അല്ലേ? അഭിമാനിക്കാം. അപ്പോൾ ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഞാൻ കണ്ട രീതിക്ക് ഞാൻ ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇതിനു പുറമെ എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക.
നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ